പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ ഞാൻ വചനം ഷെയർ ചെയ്യുക. ഒരു കൂട്ടായ്മയാണ്, അവിടെ വചനം ഷെയർ ചെയ്യുക. അതിന് ഞാൻ ഒത്തിരി നാള് പ്രിപ്പയർ ചെയ്യുകയും എല്ലാം നോട്ട്സും എല്ലാം ഉണ്ടാക്കി എല്ലാം ഒത്തിരി പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അന്ന് വചനം പറയുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പകുതിക്ക് വെച്ച് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാങ്കായി. അപ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, എന്തോ സംഭവിക്കുന്നുള്ള മനസ്സിലാകുന്നില്ല. കാര്യം എനിക്ക് വളരെ ഞാൻ ആ പ്രിപ്പയർ ചെയ്ത സമയത്ത് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പാസേജാണ് ഞാൻ അത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പകുതിക്ക് വെച്ച് ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളതെല്ലാം കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിപ്പോയി. അപ്പം എനിക്കൊരു പിടിയും കിട്ടിയില്ല എന്തോ സംഭവിക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നിർത്തിയ അത് ഫിനിഷ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നവരെല്ലാം പോയി. അപ്പം ആ വീട്ടിൽ അവിടെ ഇച്ചിരി മുതിർന്ന വിശ്വാസികളാണ്. അപ്പം അവരുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നതാണ് പറയാൻ വന്നത്. അപ്പോൾ എനിക്ക് നല്ല ഫ്ലോയിൽ എനിക്ക് കാര്യങ്ങൾ പറയാനും എല്ലാം പറ്റും. പക്ഷെ ആ പ്രസംഗിക്കുന്ന സമയത്ത് പകുതിക്ക് വെച്ച് ഞാൻ മറന്നു. ഞാൻ അവിടെ ഉള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്തു. ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്, എനിക്ക് പറയാൻ പറ്റിയില്ല, എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുകയും ചെയ്തു. അപ്പം അവിടുത്തെ ആ ചേച്ചി പറഞ്ഞു, മനു, വചനം എന്ന് പറയുന്നത് വിശുദ്ധമായതാണ്. അത് വിലയേറിയ മുത്തുകൾ പോലാണ്. അതൊരിക്കലും നായ്ക്കൾക്കും പന്നികൾക്കും കൊടുക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഞാൻ അത് കേട്ടൊന്ന് ഞെട്ടി. കാര്യം അന്ന് വന്നവരെല്ലാം തന്നെ വിശ്വാസികളാണ്. അപ്പം അവരെ എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നത്? അപ്പോഴത്തേക്ക് പുള്ളിക്കാരി അത് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ മനു വന്നത് പ്രിപ്പയർ ചെയ്തും കാര്യങ്ങളൊക്കെ ഈ വചനം നല്ല കാര്യങ്ങളാണ് മനു ഷെയർ ചെയ്തതും. പക്ഷേ ആ കേൾക്കാൻ വന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ മീറ്റിങ്ങിനായിട്ട് വന്നതല്ല. ഇതൊരു വീക്ക്ലി മീറ്റിംഗ് എന്നുള്ള രീതിയിൽ അവരൊരു ചടങ്ങെന്നുള്ള രീതിയിൽ വന്നു. അവർ വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് എല്ലാവരും കൂടെ വന്നതാണ്. ഒരു ഗ്രൂപ്പായിട്ട് വേറൊരിടത്തോട്ട് പോവാണ്. അപ്പം അവർക്ക് ഈ മീറ്റിംഗ് അല്ല അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അല്ല മനു പറയുന്ന വചനം ഇതൊന്നും അല്ല അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അവർ ധൃതി വെച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത മീറ്റിങ്ങിന് പോകണം, അടുത്ത എന്തൊരു പാർട്ടിയോ ഒരു ഗ്യാതറിങ്ങിനോ അവർക്ക് പോകണം. അപ്പോൾ ഇത് മാത്രമാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് കയറിയതാണ്. എന്നും എല്ലാ ആഴ്ചയിലും വരുന്ന പോലെ വന്നു. പക്ഷെ ഒരിക്കലും വചനം പറയുന്നിടത്ത് ആ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തപ്പോൾ അത് അവർക്ക് റിസീവ് ചെയ്യാതെ പോകും. അപ്പം അതാണ് ഒരു നായ്ക്കളുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്, പന്നികളുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഇവർക്ക് അവർക്കതൊരു പ്രയോറിറ്റി അല്ല, വചനം എന്നുള്ളൊരു പ്രയോറിറ്റി അല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പന്നിയുടെ മുന്നിൽ മുത്ത് പൊഴിച്ച് കഴിഞ്ഞാൽ പന്നിക്ക് മുത്തിൻ്റെ വില മനസ്സിലാവും. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക്, അത് വിശ്വാസികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, കുറേ എന്താ പറയുന്ന 100 കണക്കിന് വർഷങ്ങളായിട്ട് ഉള്ള വിശ്വാസികളായിക്കോട്ടെ, പക്ഷെ അവർ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വചനം ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ അവരൊരു ചടങ്ങെന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ അത് പറയുന്നവർക്കും ഗുണപ്പെടുകയില്ല, കേൾക്കുന്നവർക്കും അത് പ്രയോജനപ്പെടുത്തില്ല. വചനം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. കാര്യം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും പറയുന്നത്, വചനം പറയുന്നിടത്ത് God works with them and confirms the word with signs following. അപ്പോൾ ഇത് ഓർത്തോണം, വചനം പറയുമ്പോൾ നമ്മളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചില സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കല്യാണങ്ങൾക്കൊക്കെ ചിലർ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അവർ ചിലപ്പം ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ബൈബിളായിരിക്കും. ആ കല്യാണം കഴിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കാറും വീടും അങ്ങനെ പല കാര്യങ്ങളാണ്. എത്ര പേര് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളെല്ലാം വലിയ ഗിഫ്റ്റ് ആ കാശില്ലാതെ ഉള്ളവർ തന്ന ബൈബിളാണെന്നുള്ള എത്ര പേര് അത് വാല്യൂ ചെയ്യുന്നുണ്ട്? ആ കാറും വീടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നശിച്ചു പോകും. അതൊക്കെ വളരെ ടെമ്പററി, പക്ഷെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ തരുന്ന വചനം എന്ന് പറയുന്നത് അത് ജീവിപ്പിക്കുന്നതുമാണ്, സമൃദ്ധമായിട്ട് ജീവൻ ഉണ്ടാകുന്ന കാര്യമാണ്. ടെമ്പറൽ കാര്യങ്ങൾ മാത്രമല്ല, ഇറ്റേണിറ്റി വരെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പവർ ഉള്ളതാണ്. പക്ഷെ എത്ര പേര്
നമുക്കിപ്പം എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലായിട്ട് എല്ലാവർക്കും ബൈബിളുണ്ട്. പക്ഷെ എത്ര പേര് അത് വാല്യൂ ചെയ്യും? ഇനി അഗെയിൻ കല്യാണത്തിൻ്റെ സമയത്താണെങ്കിലും അച്ഛനോ പാസ്റ്ററോ അവർ വചനം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ കല്യാണ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അവൻ ആപ്പടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. എങ്ങനെ ഈ മിന്ന് കെട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവൻ ഇത് ചെയ്യുന്നത്. പെണ്ണാണെങ്കിൽ സാരി ശരിയായോ, മന്ത്രകോടി ശരിയായോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ചെറുക്കൻ മിന്ന് കെട്ടുന്ന കാര്യമൊക്കെ ഓർത്ത് അവൻ ആപ്പടെ ടെൻഷൻ അടിച്ച് ഫ്രോസനായിട്ടിരിക്കുമായിരിക്കും. ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ ഇനി സദ്യ ശരിയാവും, അല്ലെങ്കിൽ റിസപ്ഷൻ ശരിയാവും, ഇങ്ങനെ പല പല കാര്യങ്ങളാണ്. തിരുമേനിയാണെങ്കിൽ അതിൽ മെയിൻ ഇത് നടത്തുന്ന ആളാണ് ചിന്തിക്കുന്നത്, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത മാമോദീസയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ശവടക്കിന് പോകാൻ എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഇതിനൊക്കെ ഒരു വാല്യൂ കൊടുക്കാറ്. അപ്പം ആ പിതാക്കന്മാരായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ചില നല്ല വേദഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർ പലപ്പോഴും വരുന്നവരാണെങ്കിലും അവർ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ അവർ റിസപ്ഷൻ അങ്ങ് വന്നോളാം എന്നുള്ളതാണ്. ആരും ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. ആ ഒരു ഇവന്റ് നടത്തുക എന്നുള്ളതല്ലാതെ ഈ കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളെ വരുന്നവരെ അനുഗ്രഹിക്കുക. ഇനി അച്ഛനോ അല്ലെങ്കിൽ പാസ്റ്ററോ ഒക്കെ അവർ പണ്ട് പോലെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആ വചനത്തിൽ നിന്ന് എടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് ഈ വരുന്നവരെല്ലാം കേട്ടാൽ ഒരു കാര്യം ഞാൻ പറയാം, ഒത്തിരി ഡൈവോഴ്സ് നമ്മുടെ നാട്ടിൽ കുറയും. ഒത്തിരി ഡൈവോഴ്സ് വരുന്നവരെല്ലാം കേൾക്കും. മാമോദീസയുടെ സമയത്ത്, സ്നാനത്തിൻ്റെ സമയത്ത് അവിടെ പറയുന്ന വചനം കേൾക്കുമ്പോൾ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട്. അടക്കത്തിന് പോകുമ്പോഴും മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, മനുഷ്യന് ഈ ജീവിതം മാത്രമല്ല ഇത് കഴിഞ്ഞുള്ളതിനും അവൻ ഒരുക്കേണ്ടതാവുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്താൻ നല്ലത്. ഇതിനെല്ലാം നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പം കർത്താവാണ് പറഞ്ഞത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, വിലയേറിയ മുത്ത് പന്നിയുടെ മുന്നിൽ കൊടുക്കരുത്. അപ്പം ഇതെല്ലാം ആ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അവർക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ല. അവരുടെ വാല്യൂ എന്തോ അവർ ലോകത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വിഷമവും അതായിരിക്കും, അവർ എൻജോയ് ചെയ്യുന്നത് അതായിരിക്കും. അതായത് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്ത് ഉടുക്കും, എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്നൊക്കെ ഉള്ളത് ഇതൊക്കെയും ദൈവം ഇല്ലാത്തവരാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്കൊരു പിതാവുണ്ട്, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങളുടെ പിതാവ് അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ദൈവത്തെയും ദൈവരാജ്യത്തെയുമാണ്. ദൈവത്തിൻ്റെ നീതിയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അന്നേരം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി ആഡഡ് അൺ ടു യു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹാർട്ട്, അവൻ്റെ ഹൃദയം ഒരുക്കുക എന്നുള്ള ദൈവത്തെ അന്വേഷിക്കാൻ. അത് ഇറ്റ് ടേക്സ് എഫേർട്ട്. അവിടെ കർത്താവ് പറഞ്ഞു. ഇനി പൗലോസിൻ്റെ സുവിശേഷത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഫിലിപ്പിയർ 3 ബിവെയർ ഓഫ് ഡോഗ്സ് എന്നൊരു വേഴ്സാണ്. അപ്പം പലർക്കും അറിയത്തില്ല അതൊരു ദൈവവചനമാണല്ലോ. ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളു. അവിടെ പറഞ്ഞേക്കുന്നതും ശരിക്കും പരീക്ഷന്മാരെ പറ്റിയാണ്. പരീക്ഷന്മാർ മാത്രമല്ല, കർമ്മമാർഗങ്ങളിലൂടെ ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ ശ്രമിക്കുന്നവർ. അപ്പം അവര് കർത്താവ് യേശു ക്രൂശിൽ ചെയ്തതും യേശു അവരുടെ പാപങ്ങൾ വഹിച്ചു എന്നുള്ളതും യേശു അവർക്ക് വേണ്ടിയിട്ട് പാപമായി യേശുവിൻ്റെ നീതി ദൈവം അവരുടെ മേലിട്ട് ഒരു വിശ്വാസിയുടെ മേൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പാപം യേശു എടുക്കുകയും യേശുവിൻ്റെ നീതി അവന് ലഭിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രൂശിൽ സംഭവിച്ചത്. അപ്പം ഇത് വിശ്വസിക്കാതെ, ഇത് സ്വീകരിക്കാതെ അവർ ഇല്ല ഞങ്ങൾക്ക് കുറച്ചുകൂടെ ചെയ്താൽ മതി, ഞങ്ങൾ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം അവർ പറയുന്നത് പറഞ്ഞാൽ വിശ്വസിച്ചാൽ മാത്രം പോലെ പരിച്ഛേദനയും കൂടെ ഏൽക്കണം എന്നുള്ളതാണ് ആ കോണ്ടെക്സ്റ്റ്. അപ്പോൾ പൗലോസ് പറഞ്ഞു നായ്ക്കളെ സൂക്ഷിച്ചോളൂ എന്ന്. എന്നിട്ട് പൗലോസ് പറഞ്ഞു പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് പ്രശംസിക്കാം. കാര്യം ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച ആളാണ്, പരീക്ഷന്മാരിൽ പരീക്ഷനാണ്. ഗമാലിയലിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ലോയിലും ന്യായപ്രമാണത്തിലൊക്കെ ഞാൻ ബ്ലെയിംലെസ് ആണ്. അതായത് പുള്ളിക്ക് പാരമ്പര്യം നോക്കുകയാണെങ്കിലും സിറ്റിസൺഷിപ്പ് ആണെങ്കിലും റോമൻ സിറ്റിസണും കൂടെ ആയിരുന്നു പുള്ളി. അപ്പം ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ. അക്കാഡമിക്
മിടുക്കാണേലും ഏറ്റവും ഒരു പണ്ഡിതൻ പോലാണ്. അപ്പം പുള്ളി പറഞ്ഞു, ഇതെല്ലാം എനിക്കുണ്ട്, എനിക്ക് വേണേ പ്രശംസിക്കാം, പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പം, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഇതെല്ലാം ചപ്പും ചവറും എന്ന് എനിക്ക് മനസ്സിലായത്. ഈ ചപ്പും ചവറും ആർക്കാണ് ഇഷ്ടം? നായ്ക്കൾക്കാണ്. ലോകത്തിൻ്റെ പ്രശസ്തി, പ്രശംസ, പാരമ്പര്യം, ഇതിലെല്ലാം പ്രശംസിക്കുന്ന ആരാണ്? ലോകം പ്രശംസിക്കുമ്പോഴത്തേക്ക് അതിൽ സന്തോഷിക്കുന്നത്, അത് യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇനി കർത്താവ് ഒരു വിജാതീയ സ്ത്രീയോട്, ഒരു സിറോഫിനീഷ്യൻ വുമൻ, അവരുടെ മോള് ഭൂതഗ്രസ്തയായിട്ട് അസുഖം ബാധിച്ച് ഇരിക്കുകയാണ്. അപ്പം അവർക്ക് ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ഇവരൊരു യഹൂദയല്ല, അവരൊരു ഗ്രീക്ക് സിറോഫിനീഷ്യൻ വുമനാണ്. അവർ വന്നിട്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവെ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമെന്നാണ്. കർത്താവ് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് അവരെ മൈൻഡ് ചെയ്ത പോലും ഇല്ല. കർത്താവ് നടന്നുപോയി. അപ്പോൾ അവർ പിന്നെയും ബഹളം വെച്ചു, കർത്താവെ എനിക്ക് എൻ്റെ മോളെ സുഖപ്പെടുത്തണമെന്നുള്ളു. അപ്പോൾ ശിഷ്യന്മാർ അവളെ പറഞ്ഞു വിടുന്നു, അവരെ പറഞ്ഞു വിടും. കർത്താവ്, ഞാൻ ഇസ്രായേൽ മക്കൾക്കല്ലാതെ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞത്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് എഗെയിൻ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ മക്കളാണ്. വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുവാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുവാണ്. അപ്പം ദൈവം ഇല്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ കവനന്റിന് ഔട്ട്സൈഡ് ഗോഡ്സ് കവനന്റ് ഓഫ് ഗ്രേസ്. അവർക്ക് അതിനൊന്നും അവകാശമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ബ്ലെസ്സിങ്സിനൊന്നും അവകാശമില്ല. അപ്പം അതാണ് കർത്താവോട് ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ആറ്റിറ്റ്യൂഡ്. ദൈവത്തെ വിശ്വാസമില്ല, അവർക്ക് ലോകത്തിൻ്റെ കാര്യങ്ങളിലാണ്, അവർക്ക് അവരുടെ ചിന്തകളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം അതിലാണെങ്കിൽ, അതിൻ്റെ അർത്ഥം അവരുടെ ദൈവം എന്ന് പറയുന്നത് വേൾഡ്, അല്ലെങ്കിൽ വേൾഡിലുള്ളത്, ലോകത്തിലുള്ളതും അതൊക്കെയാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത്. ഇപ്പം അവർ ദേ ആർ കട്ട് ഓഫ് ഫ്രം ഗോഡ്സ് ബ്ലെസ്സിങ്സ്. അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കത്തില്ല. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ പറഞ്ഞു, കർത്താവേ, പക്ഷെ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് മതി, നായ്ക്കൾക്ക് അത് കൊടുക്കാമല്ലോ. അപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, മെഗാ ഇസ് യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞു. അതായത് ഒത്തിരി അതിന് നമ്മൾ മെഗാ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിശ്വാസമാണ് നിൻ്റേത്. നീ ഇത് പറഞ്ഞുകൊണ്ട് പോക്കോ, കുഞ്ഞ് സുഖപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വചനത്തിന് അവരതുപോലെ വാല്യൂ കൊടുത്തു. വചനം എന്ന് പറയുന്നത് ദൈവമാണ്. വചനം ജഡമായതാണ് യേശു. വചനത്തിന് അവർ അത്രയും വാല്യൂ കൊടുത്തു. അവർ പറഞ്ഞ വചനത്തിൻ്റെ ഒരു നുറുക്ക് മതി, അതിൻ്റെ ഒരു നുറുക്ക് മതി, ആ കുഞ്ഞ് സുഖപ്പെടുന്നു. വചനം അപ്പമാണെങ്കിൽ നമ്മൾ എത്രത്തോളം ആ അപ്പം മുഴുവനായിട്ട്, വിശ്വാസികൾ ആ കർത്താവ് മുഴുവനായിട്ട് നമുക്ക് തന്നിരിക്കുക. ആ കർത്താവ് ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് വന്ന മന്ന, ഞാനാകും. നമ്മൾ എന്തുമാത്രം വാല്യൂ ചെയ്യുന്നുണ്ട്, എന്തുമാത്രം നുറുക്കുകളല്ല, ആ ബ്രെഡ് മുഴുവനും തന്നിട്ടും നമ്മൾ എന്തുമാത്രം അത് വാല്യൂ ചെയ്യുന്നുണ്ട്. ആ ബ്രെഡിൻ്റെ ആ ഒരു കഷ്ണം കൊണ്ട് ആ കുഞ്ഞിന് സൗഖ്യം വന്നെങ്കിൽ, ആ ഭൂതം അവിടെ നിന്ന് മാറിപ്പോയെങ്കിൽ, ആ ഡീമൺ അവിടെ നിന്ന് മാറിപ്പോയെങ്കിൽ എന്തുമാത്രം പവറാണെന്നറിയാമോ ഒരു വിശ്വാസിക്കുള്ളത്. വിശ്വാസം വരുന്ന എവിടുന്ന? വചനത്തിൻ്റെ കേൾവിയാൽ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചനം മാത്രം ഉള്ളിൽ നടുമ്പോൾ എന്തുമാത്രം പവറിലാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം. അതോ അത് അപ്രീഷിയേറ്റ് ചെയ്യാത്തപ്പോൾ നമ്മൾ ബി കട്ട് ഓഫ് ഫ്രം ഗോഡ്സ് കവനന്റ് ഓഫ് ഗ്രേസ്. ദൈവത്തിൻ്റെ ആ കൃപ നമ്മളിലൂടെ ഒഴുകാൻ, നമ്മളിലേക്ക് ഒഴുകാൻ നമ്മൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? നമ്മളിത് വാല്യൂ ചെയ്യാതിരിക്കുമ്പോൾ. ഇനി ഓർത്താണ്, പള്ളികളിൽ പോകുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഒത്തിരി വാല്യൂ കൊടുത്താണ്, അതിനെ മാനിച്ചോണം. വചനം എന്ന് പറയുന്നത്, വചനം ജഡമായതാണ് യേശു. വചനം ബൈബിൾ തുറക്കുമ്പോൾ
വചനം എന്നാണ് തിയോ ന്യൂസ്റ്റോസ് എന്ന്, ഗോഡ് ബ്രീത്ഡ് എന്നാണ് പറയുന്നത്. ഓൾ സ്ക്രിപ്ചർ ഇസ് തിയോ ന്യൂസ്റ്റോസ്, ഗോഡ് ബ്രീത്ഡ്. ജീവിപ്പിക്കുന്ന വചനമാണ്. മരിച്ചതിൽ നിന്ന്, മണ്ണിൽ നിന്ന് ജീവൻ ഉണ്ടാകും. അതിന് വാല്യൂ കൊടുക്കുക, പറയുക, ഷെയർ ചെയ്യുക. താങ്ക് യു.